ആൻഡ്രോഫോബിയ പുരുഷന്മാരോടുള്ള അകാരണമായിട്ടുള്ള പേടി വ്യാപകമായിട്ടില്ലെന്നുണ്ടെങ്കിലും സ്ത്രീ പുരുഷ ഭേദമന്യേ കണ്ടുവരാറുള്ള ഒരു മാനസിക പ്രശ്നമാണിത്. ചിലർക്ക് എല്ലാ പുരുഷന്മാരുടെ ഭയം ഉണ്ടാവുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിനും ഇത് സെലക്റ്റീവ് ആയിരിക്കും. ഒരു പ്രത്യേക പ്രായപരിധിയിലുള്ളവര് അല്ലെന്നുണ്ടെങ്കിൽ പ്രത്യേക ഉയരം, നിറം, അങ്ങനെ ചിലരുടെ അടുത്ത് മാത്രം ഭയം തോന്നുന്നവരാണ് ഇതിൽ കൂടുതലും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സെലക്റ്റീവ് ആയോ അല്ലാതെയോ പുരുഷന്മാരുടെ അടുത്ത് ഇടപെടാനുള്ള അകാരണമായിട്ടുള്ള ഭയം, പുരുഷന്മാരുണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലത്ത് പോകാനുള്ള പേടി, പോകാനുള്ള സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ അതിനു മുമ്പിട്ട് ആൻസൈറ്റി, ഓവർ തിങ്കിങ്, ഭയം ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടുള്ള നാണക്കേട്, പുരുഷന്മാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടുക, വിറയ്ക്കുക, വിയർക്കുക, ബ്രീത്തിങ് റേറ്റ് കൂടുക, അവിടെ നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് ട്രൈ ചെയ്യുക, പുരുഷന്മാർ പ്രശ്നമാണെന്നുള്ള ഓവർ ജനറലൈസ്ഡ് ആയിട്ടുള്ള വിശ്വാസം, അവരെന്നെ ഹാം ചെയ്യും, കളിയാക്കും, ചതിക്കും, അങ്ങനെയുള്ള തോട്ട്സ് തുടർച്ചയായിട്ട് വരുന്നവരും ഉണ്ട്. പുരുഷന്മാരുള്ള സ്ഥലങ്ങളും സന്ദർഭങ്ങളും അവോയ്ഡ് ചെയ്ത് മാക്സിമം വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇതെല്ലാം ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഭൂരിപക്ഷം കേസുകളിലും പുരുഷനിൽ നിന്നുണ്ടായിട്ടുള്ള ഫിസിക്കൽ, ഇമോഷണൽ ട്രോമ ഇതിന് കാരണമാകാറുണ്ട്. ഈ ട്രോമ നേരിട്ട് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. മറ്റുള്ളവരുടെ ട്രോമ നേരിട്ട് കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള എക്സ്പീരിയൻസ്, കെയർ ടേക്കേഴ്സിൽ നിന്ന് കുട്ടിക്കാലത്ത് കിട്ടിയിട്ടുള്ള അറിവുകൾ, ഇതൊക്കെ റീസൺസ് ആകാം. അതേപോലെ അച്ഛൻ അമ്മ വഴക്കുകളിൽ അച്ഛന്റെ ഓവർ ഡോമിനൻസ് കണ്ട് വളർന്നിട്ടുള്ളവർക്കും ഏജ് ആയിട്ടുള്ള പുരുഷന്മാരുടെ അടുത്ത് ഭയം തോന്നാറുണ്ട്. ഈ പ്രശ്നം നമുക്ക് വളരെ പെട്ടെന്ന് തെറാപ്പിയിലൂടെ സോൾവ് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് കേട്ടോ. ആദ്യത്തെ സെഷന് ശേഷം തന്നെ ഭയക്കാൻ സാധ്യതയുള്ള സിറ്റുവേഷനിൽ നമ്മൾ ഡയറക്റ്റ് കൊണ്ടുപോയി ലൈവ് ടെസ്റ്റിംഗ് നടത്തി ഈ ഭയം മാറി എന്ന് സ്വയം ബോധ്യപ്പെടുത്തിയിട്ടാണ് ഈ പ്രശ്നമുള്ളവരെ നമ്മൾ തിരിച്ചുവിടുന്നതെന്ന് പറയുന്നത്. ആൻഡ്രോഫോബിയ ഉള്ളത് സ്ത്രീക്ക് മാത്രമൊന്നുമല്ല, ഇഷ്ടം പോലെ പുരുഷന്മാരും ഉണ്ട്. ആർക്കെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.